പിന്നെ ഞാൻ ഇടയ്ക്കൊരു ഷോർട്സിൽ ഈ ചെടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടെറസിലാണ്, നല്ല കാറ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ആൾക്കാരൻ ചേട്ടൻ പോയായിരുന്നു, പിന്നെ പട്ടി കുരയ്ക്കുന്നുണ്ട്, അങ്ങനത്തെ ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ പേര് മെക്സിക്കൻ ഡെയ്സി എന്നാണ്. ഇത് നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കാണും, പശുവിനൊക്കെ കൊടുക്കും, റോഡ് സൈഡിലൊക്കെ ഇത് ഇഷ്ടംപോലെ കാണുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ പൂവും കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല രസമുണ്ട്. കുഞ്ഞു പൂവ് നല്ല രസമൊക്കെ ആയിട്ട് കാണാൻ കാണുന്നുണ്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പേര് നമ്മൾ ഇഷ്ടംപോലെ പേരുണ്ട് ഇതിന് മുറിയൻ പച്ചില, ഒടിയൻ ചീര, ചിരവനാക്ക്, റെയിൽ പൂച്ചെടി എന്നൊക്കെ കുറേ പേരുണ്ട്. ഇത് എനിക്ക് പെട്ടെന്ന് എൻ്റെ വായിൽ വന്ന പേരുകളാണ്. എൻ്റെ വായിൽ വരാത്ത കുറേ പേര് ഇതിനുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയല്ലേ, ഈ ഇല വന്ന് ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ തിരുമുമ്പോൾ അതിൻ്റെ ചാറ് വരും, പെട്ടെന്ന് ചാറ് വരും. അതിൻ്റെ ഈ ചാറുണ്ടല്ലോ, ഇത് വന്ന് മുറിവ്, അതിൻ്റെ ഇടയിൽ ഡോറും കൂടെ നടയുന്നുണ്ട്, കാറ്റത്ത് അടയ്ക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഈ ഇലയല്ലേ, ഈ ഇല ഇങ്ങനെ നമ്മൾ തിരുമുമ്പോൾ ചാറ് വരും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ വീട്ടിലുള്ളവരടുത്ത് ഈ ഒരു ചെടി വയ്ക്കാൻ നല്ലതാണ്. സ്ഥലം എല്ലാവർക്കും കുഴപ്പമില്ല, ടെറസിൽ വയ്ക്കാം. പക്ഷേ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ ഈ ചെടിയുടെ വില 250 രൂപ വരെ കാണിക്കുന്നുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചാറ് നമ്മൾ മുറിവിലൊക്കെ പുരട്ടുകയാണെങ്കിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുറിയിൽ നമ്മൾ പുരട്ടി വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. പിന്നെ അതുപോലെ ഇതൊരു ആൻറ്റി കൊയാഗുലൻ്റാണ്, ആൻറ്റി ഫംഗൽ, ഒരുപാട് സ്കിൻ ഡിസീസിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കയ്യിൽ വരുന്ന സ്കാബീസിനൊക്കെ ഈ ചെടി ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഷുഗർ, BP അതിനൊക്കെ ഒരുപാട് ഉപയോഗമുണ്ട്. സ്കിൻ ഡിസീസിനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനന്ന് പറഞ്ഞില്ലേ, ഞാനൊരിക്കൽ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ചെടി ഇങ്ങനെ കൊണ്ടുപോയി, ഞാൻ ചേച്ചി ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആടിനെ പശുവിനെ കൊടുക്കാനാണോ ചോദിച്ചപ്പോൾ ഇല്ല, ഇതിൻ്റെ ഇല ഒന്ന് ചതച്ച് അതിൻ്റെ ചാറെടുത്ത് മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്റേഷനാണ്, ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ. അപ്പോൾ അതിൽ പുരട്ടി വരികയാണെങ്കിൽ അത് കുറയുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ കംപ്ലീറ്റായി മാറത്തില്ല, കുറയും. അപ്പോൾ ഇത് അങ്ങനെ ഒത്തിരി ഉപയോഗമുള്ള ചെടിയാണ്. കുഞ്ഞു പിള്ളേരുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ചെടി വയ്ക്കുക. പെട്ടെന്ന് കയ്യോ കാലോ കുറച്ചൊന്ന് മുറിയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട, ഓടിച്ചെന്ന് ഇത് ഇല എടുക്കുക, ഇതിൻ്റെ ചാറെടുത്ത് അതിൽ പുരട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും തരണേ. ബൈ.